ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നമ്പർ, സ്കെയിലാർസ് എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. 1 2 3 1/4 1/2 അങ്ങനത്തെ ഓരോ നമ്പേഴ്സാണ്. സോ നമുക്ക് ചെയ്യാം. ഇത് മെട്രിസൈസ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ കാൽക്കുലസ് 3ലാണ് കൂടുതൽ വരാറ്, ലീനിയർ ആൾജിബ്രയും കൂടി ഇതിൽ വരാറുണ്ട്. സോ നമുക്ക് നോക്കാം. ഇതാണ് വെക്റ്റർ എ. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു let's say vector alla matrices A is going to be 1 5 -8 4 7 -2. ഓക്കെ എന്ന് പറയാം. അടുത്തത് B is equal to നമുക്ക് പറയാം 2 -5 4 7 8 1. ഇതാണ് B. നമുക്ക് എന്ത് ചെയ്യണം? 3A കണ്ടുപിടിക്കണം. 3A മെട്രിസസ് ആണ്. എന്ത് ചെയ്യണം? നമ്മളിതാ ഇവിടെ ഒരു 3 ഇടുക, എല്ലാവിടേക്കും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മെട്രിസസ് വരയ്ക്കാം. 3 × 3 അല്ല, അത് 1 × 1 2 × 2 തന്നെ ആയിരിക്കും. സോ അതായത് 2 × 3 മെട്രിക്സ് ആയിരിക്കും ഇത്. ഓക്കെ, ഇത് 2 × 3 മെട്രിക്സ് ആയിരിക്കും. അതായത് 2 റോസും 2 റോസും 3 കോളംസും ആയിരിക്കും. സോ ലെറ്റ്സ് സേ 3 × 1 എന്ന് പറയുന്നത് 3 ആണ്. 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. 3 × 5 എന്ന് പറയുന്നത് 15 ആണ്. 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. 3 × -8 എന്ന് പറയുന്നത് -24 ആണ്. 3 × -2 എന്ന് പറയുന്നത് -6 ആണ്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ലെറ്റ്സ് സേ അടുത്തത് നമുക്ക് 5B കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 5B കണ്ടുപിടിക്കാം. ഈക്വൽ ടു ഇതെന്തായിരിക്കും? ഇതേ മെട്രിക്സ് ആയിരിക്കും, അതായത് 2 × 3 മെട്രിക്സ് ആയിരിക്കും. അതായത് 2 റോസും 3 ക്ലോസും ആയതുകൊണ്ട് 3 കോളംസും ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 ഇവിടെ കൊടുക്കാം. അതുകൊണ്ട് എല്ലാവരുടെയും മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. 5 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. 5 × -5 എന്ന് പറയുന്നത് -25 ആണ്. 5 × 8 എന്ന് പറയുന്നത് 40 ആണ്. 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. അതുതന്നെ 5 × 1 എന്ന് പറയുന്നത് 5 ആണ്. സോ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളതാണ്. ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്ത് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യണം? 4A - 6B നോക്കണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4 കൊടുക്കാം, ഇവിടെ 6 കൊടുക്കാം. ഫസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 4 എന്ന് പറയുന്നത് 4 ആണ്. 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. 4 × 8 എന്ന് പറയുന്നത് -14 ആണ്. അല്ല 14 അല്ല, സോറി, -32 ആണ്. ആൻഡ് 4 × 4 എന്ന് പറയുന്നത് 16 ആണ്. 4 × 7 എന്ന് പറയുന്നത് 35 ആണ്. അല്ല സോറി, 35 അല്ല, 28 ആണ്. 4 × -, എന്ന് പറഞ്ഞാൽ -8 ആണ് അല്ലേ? -8 ആണ്. -6 ആണ്. സോ 6 മൈനസ് എന്ന് പറയുമ്പോൾ 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. 6 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 42 ആണ്. 6 × -5 എന്ന് പറയുന്നത് -13 ആണ്. 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. 6 × 8 എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? സോ 6 × 8 എന്ന് പറയുന്നത് 48 ആണ്. ആൻഡ് 6 × 1 എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമുക്കിത് മൈനസ് ചെയ്യാം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനസ് ചെയ്യാം. 4 - 12 എന്ന് പറയുന്നത് എത്രയാണ് ഗൈസ്? 4 - 12 എന്ന് പറയുന്നത്, ഓക്കെ, 4 - 12 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്തായിരിക്കും? നെഗറ്റീവ് 12 4 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ്, അല്ല 4 12 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക, കാരണം ചെറിയ നമ്പറിന് വലുതാണ് കുറയ്ക്കുന്നത്. സോ 4 മനസ്സിലായി -8 കിട്ടും. അതുതന്നെ 20 ന്ന് 30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 30 എന്താവും? പ്ലസ് ആവും. 20 × 30 + 13 ആവും. ഓക്കെ, 15 ആവും. ഇനി -32 ഇതൊന്ന് മൈനസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവും. പോസിറ്റീവ് ആവില്ല. ഓക്കെ, -35 - 24 എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സോ ഓക്കെ, അത് 56 ആണ്. ഓക്കെ, 56 ആണ്. 56. ഇനി 16-ൽ നിന്ന് 42 മൈനസ് ചെയ്ത് എത്രയാണ് ഗൈസ്? 14-ൽ നിന്ന് 42 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -26 കിട്ടും. ഓക്കെ, 28-ൽ നിന്ന് 48 മൈനസ് ചെയ്താൽ 28-ൽ നിന്ന് -48 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -20 കിട്ടും. -20. ഇനി നമുക്ക് എന്താണ്? 8-ൽ നിന്ന് -8-ൽ നിന്ന് -6 പഠിക്കാം. അപ്പോൾ -8-ൽ നിന്ന് -6 -14. ഓക്കെ, 14 കിട്ടും. സോ ഇതാണ്, ദിസ് ഈസ് ഈക്വൽ ടു 4A - 6B. സോ അതാണ് ഇതിൻ്റെ ആൻസർ. സോ ബൈ ബൈ ഗൈസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം.